ഹായ്, ഒ പിയിൽ വരുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട്, വയറ് കുറയ്ക്കാൻ എന്തെങ്കിലും എളുപ്പവഴികളുണ്ടോ? വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് വയറ് കൂടുന്നത്. രണ്ട് തരത്തിലുള്ള ഫാറ്റുകളുണ്ട്, പെരിഫറൽ ഫാറ്റും വിസറൽ ഫാറ്റും. ഈ വിസറൽ ഫാറ്റാണ് ഏറ്റവും അപകടകരം. വിസറൽ ഫാറ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഓർഗൻസിന് മർദ്ദം സംഭവിക്കും. ലിവറിൻ്റെ താഴെയാണെങ്കിൽ ലിവറിന് നല്ല മർദ്ദം സംഭവിക്കും, ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പാങ്ക്രിയാസിൻ്റെ അടുത്താണെങ്കിൽ പാങ്ക്രിയാസിന് മർദ്ദം സംഭവിച്ചുകൊണ്ട് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഓരോ അവയവങ്ങൾക്കും മർദ്ദം സംഭവിക്കാൻ അതിനായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, തൈറോയിഡ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടാവാം. ഇതിലൊക്കെ ചാൻസുകൾ കൂടുതലാണ് വിസറൽ ഫാറ്റ് ഒരുപാട് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ. ഈ വയറ് എളുപ്പത്തിൽ കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫേക്ക് ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതായത് ചില എണ്ണകൾ വയറിൻ്റെ മേലെ പെട്ട് കഴിഞ്ഞാൽ വയറ് കുറയുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിപണന തന്ത്രം ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു നല്ല എന്തെങ്കിലും ബെൽറ്റുകൾ വയറിന് ചുറ്റും കെട്ടിക്കഴിഞ്ഞാൽ വയറ് കുറയുമെന്ന് പറയുന്നത്, അതും തരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ വെച്ച് വയറുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ വയറ് കുറയുമെന്ന് പറയുന്നത് കണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കാണാറുണ്ട് സ്ഥിരമായിട്ട്. ചില വയറ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, വയറ് കുറയാൻ. വയറിൻ്റെ മസിൽസിനും മൂവ്മെൻറ്റ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഫാറ്റുകൾ എപ്പോഴും അടിഞ്ഞു കൂടുന്നത് വയറിന് ചുറ്റുമായിരിക്കും. വയറിന് ചുറ്റും എന്തെങ്കിലും വെച്ച് കെട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ട് വിയർക്കുമ്പോൾ ചെറുതായിട്ട് വയറൊന്ന് ചുങ്ങിയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വയറുള്ള മരിക്കാനാവും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളും ബെനിഫിറ്റ്സ് ഒന്നും അതിലില്ല. അത് ആ രീതിയിൽ അവർ നമ്മളെ നന്നായിട്ട് പറ്റിക്കുകയാണ്. നമ്മൾ പറ്റിക്കപ്പെടാൻ തയ്യാറായതുകൊണ്ടാണ് അവർ നമ്മളെ പറ്റിക്കുന്നത്. വയറ് കുറയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഡയറ്റ് കൺട്രോൾ ചെയ്യാമെന്നാണ്. ലോ കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് ഹൈ പ്രോട്ടീൻ എന്ന രീതിയിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മിനിമം നോർമലായിട്ട് ഒരാൾക്ക് വേണ്ടത് 60 ഗ്രാം പ്രോട്ടീനാണ്. വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു 80 ഗ്രാം പ്രോട്ടീൻ വരെ ചെയ്യാം. അതുപോലെ തട്ടി കുറക്കണം നമുക്ക് ആഗ്രഹമെങ്കിൽ, വയറ് കുറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു 120 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കാം. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ, മസിൽസ് ഒക്കെ വരുന്നതാണെങ്കിൽ 160 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കാം. അതിൽ കൂടുതൽ പ്രോട്ടീൻ നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാനുള്ള കഴിവില്ല. മാക്സിമം 160 ഗ്രാം വരെ പ്രോട്ടീൻ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അത് അബ്സോർവ് ചെയ്യാനുള്ള കഴിവില്ല. അല്ലാതെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അത് മൂത്രത്തിലൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അവോയ്ഡ് ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ് നമ്മൾ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ കഴിക്കുന്നത് നല്ലതല്ല. എന്നുവെച്ചാൽ ഫ്രൂട്ട് ജ്യൂസിലൊക്കെ ഫ്രക്ടോസാണ് കൂടുതലുള്ളത്. ഈ ബോട്ടിലായിട്ട് വരുന്ന ജ്യൂസിലൊക്കെ കോൺ സിറപ്പുകൾ, ഷുഗർ സിറപ്പുകളാണ് അവർ ആഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പല ലഡു, ജിലേബി, അതുപോലെ തന്നെ ചില ജ്യൂസുകളൊക്കെ ഭയങ്കര നല്ല മധുരമായിരിക്കും. ഈ നല്ല മധുരം ഫീൽ ചെയ്യുന്ന സാധാരണ പഞ്ചസാര ചേർത്താൽ കിട്ടാത്ത അതുപോലത്തെ മധുരം കിട്ടും. കാരണം അതിലൊക്കെ കാരണം വെച്ചാൽ ഈ ഹൈ ഫ്രക്ടോസ് ഷുഗർ അതിൽ ആഡ് ചെയ്തുകൊണ്ടാണ്. വയറ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത സംബന്ധിച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ വൈകുന്നേരം വരെ രാവിലെ വരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വീക്കിലി 2 ദിവസം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യും. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസുകളാണ്. എക്സസൈസിൽ ഏറ്റവും നല്ലത് കാർഡിയോ എക്സസൈസാണ്. ഈ നമ്മൾ വയറ് കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലത് കാർഡിയോ എക്സസൈസാണ്. മെയിനായിട്ട് ഹിറ്റ് എക്സസൈസ്, ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ്. ഇനി പിന്നെ വെയിറ്റ് കുറയാൻ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നന്നായിട്ട് ഫൈബർ കണ്ടന്റ് ഇറങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. താങ്ക് യു ഓൾ.